ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നാണ്. അറിയാം എങ്ങോട്ടാ പോണെന്ന്. എങ്ങോട്ടാ പോണെന്ന് കടലിക്ക്. താങ്കളുടെ ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ് എങ്ങോട്ടാ ചെറിയപ്പോ പോണ്? ദുബായിക്ക്. ചെറിയാപ്പ് വിസയും കാര്യമൊക്കെ നോക്കും. വിസയല്ല, പാസ്പോർട്ട്. എന്റെ ഫോട്ടോ ആണത്. ഞാൻ മലബാറിൽ പഠിച്ച ടൈമിൽ എടുത്തേന്. എങ്ങനെയുണ്ട് ഉമ്മച്ചി? എങ്ങടാ രസല്ല ഉമ്മച്ചി? എങ്ങനെയുണ്ട്? അതിന് പോരാന്നൊക്കെ പറയും. അയിത്തെടുത്ത് വെക്കല്ലേ അതാ. ഞാന് ഐഡന്റിറ്റി തിരിച്ചറിയ കാർഡ് ഉണ്ടാക്കാൻ പോവാണ്. ഫയലെടുത്താ മതില്ലേ? ഐഡന്റിറ്റി കാർഡ് ഇല്ല. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് അറിയില്ല. ഇനി എല്ലാരും എല്ലാം ഉണ്ടാക്കിച്ച, നിങ്ങൾ മാത്രം ഒന്നും ഉണ്ടാക്കാതെ. തിന്നല്ല, അത് ഫോട്ടോ അല്ലേ? നിങ്ങൾ ആധാർ ചെത്തിയില്ല. എന്റെ SLC-ത്തെ എന്റെ കോലം കാട്ടിത്തരാം. അന്ന് പിന്നെ വൈറ്റ് ഷാളല്ലേ, വൈറ്റ് ഷാൾ നിന്നിട്ട് ഞാനാണിത്. ഇതിങ്ങനെ വന്നിട്ട് എന്റെ മാർക്ക് ലിസ്റ്റ് ആണിത്. ലാംഗ്വേജ് A+, ഫസ്റ്റ് ലാംഗ്വേജ് A+, ഇംഗ്ലീഷ് B, ഹിന്ദി B+, സോഷ്യൽ സയൻസ് B+, ഫിസിക്സ് A, കെമിസ്ട്രി B, ബയോളജി A+. മാത്സ് ഇഷ്ടമില്ലാത്ത സംഭവം കേട്ടോ. മാത്സ് C. പിന്നെന്തിന് ലാബല്ല, സോറി, മറ്റേ കമ്പ്യൂട്ടർ ഇതിന് A+. അപ്പം ഇതിൻ്റെ ഫോട്ടോ കോപ്പി ആണെന്ന് പറഞ്ഞാൽ ശരിയാവുമെന്നൊന്നും അറിയില്ല. ഒന്ന് പോയോ കേട്ടോ. നമ്മൾ ചെറിയപ്പൂൻ്റെ എന്താ പറയുക, ആധാർ കാർഡ് ക്ലിയർ ആവണില്ല. വേട്ടോ ശരിക്കും വേട്ടോ. ഓ, വെയിലായി നട്ടുച്ചേക്കും. എങ്ങടെ പോണേ? എവിടെ? ഇനി നമ്മളെ ചെറിയ പോവാണ് അല്ലേ? വണ്ടിക്ക് വരും എടുത്തുണ്ടോ? ഓക്കെയാ. അതിനങ്ങനൊക്കെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഉറക്കനെ പറഞ്ഞു കാറ്റ് കൊണ്ടുപോവാണ്. നമ്മള് വണ്ടിയൊക്കെ നിർത്തി ഇടക്കലെത്തി. ചെറിയപ്പോ മുന്നില് പായുണ്ട് കേട്ടോ. അവിടെയാണ് ശരി, അങ്ങോട്ട് കയറണം. കുട്ടിനെ കൂടി ചെയ്യുന്ന കാര്യമൊക്കെ ഇറങ്ങി, പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞിട്ടോ. ചെറിയപ്പൊന്ന് ചോറാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പെരിയില് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയേക്കണം. അന്തിക്ക് തിന്നൂല. ഇനി പോണ ടെൻഷനായിട്ട് ചോറ് വേണ്ടി വരൂല. ഇത് കാറ് എന്തേ അല്ല, നാല് ട്രെയിന് കയറുമ്പോ മന്ദപ്പാവൂലേ? എന്തേ മുറി അതിന്റെ കഴിയുമ്പോ നല്ലൊരു മുറി കഴിക്കണം. എന്റെ ഒന്ന് കൈ കഴിക്കുന്നുണ്ട്. ഇവിടെ വലിയല്ലോ കഴിഞ്ഞോ? എന്താ തിന്നണ ഇനി? എന്താ തിന്നണ്? മുഖം കഴിക്കാൻ തുടങ്ങാവുന്ന ഇതുപോലെ ഫാൻസി കയറിയിട്ട് സൺസ്ക്രീമും വാങ്ങി പോയിക്കൂടെ? കഴിഞ്ഞോ? പോവാ. എന്തേ തുറക്കാൻ കിട്ടില്ലേ? നമ്മളിവിടെ എത്തി. എന്റെ മുന്നില് നല്ല മന്തിയും പീസും ഉണ്ട്. അവിടെ നല്ല എന്തൊരു പീസ്, വലിയ പീസ്. ടേസ്റ്റ് നോക്കാൻ തരുമോ?
വെള്ളം അറിയാം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി ഉണ്ടോ? നല്ല പൈസയുണ്ട്. ഇതിന് ഒന്നും വേണ്ടല്ലോ. അതോ ഒന്നും വേണ്ടല്ലോ. തിന്നതിന്റെ മുമ്പ് തന്നെ പൈസയുടെ കാര്യം പറഞ്ഞാണ് ചർപ്പിച്ചല്ലേ. അതൊന്നും വേണ്ടല്ലോ. ഓരോന്നും വിളിച്ചു കൊടുത്തി. ഒക്കെ തിന്നണട്ടോ. സലാഡ് ഞാൻ പാത്രം ഞാന് ഉള്ളിയാണ് ഇങ്ങനെ പോന്ന് പടച്ചു ഇതെവിടെ ഇട്ടുക. ഏത് സൈഡില് വെച്ചതാ അതുവാ അതോന് ഫോണ് വാങ്ങുഞ്ഞ ഫോണാണോ? ചോറ് തിന്ന ഇങ്ങോട്ട് നോക്കും. ചോറ് തിന്നു. മൊബൈല് എങ്ങനെയപ്പോ വിചാരിച്ചമാര് അത്ര ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ. ചെറിയാപ്പ തെറ്റിക്കണം. ഞാൻ സമയത്ത് കുയ്യാണ്. ചെറിയാപ്പോന്ന് ഞാൻ അടിയെ കൂടെയാണ് അതിന്റെ ആയം വരുന്നത്. ചെറിയാപ്പ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. ഇതിനെ വേഗം തിന്നട്ടോ. ഞാന് സോസ് വെച്ചാണ് ഇതിന്റെ പച്ചക്കറിയൊക്കെ പ്ലേറ്റിലുണ്ട്. ചെറിയാപ്പോന് ടേസ്റ്റ് ഒക്കെ വേണോ? മാണ്ടല്ല, അതിന്റെ ഫ്ലോ അങ്ങ് പോകില്ലേ. ഇനി കുറച്ച് ഇതെടുക്കുക. ചിക്കൻ പീസ് അത് ചോറുന്ന ചോറുന്നതെ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിച്ചിലും കാര്യമൊക്കെ കഴിഞ്ഞ് മതിയാതോ. മുറി ഉണ്ട്. തട്ടിയ മുറി ഇതാ പോകും. ഫുഡ് കഴിച്ചലൊക്കെ കഴിഞ്ഞ് നമ്മള് അടുത്തത് ഒരു പച്ചക്കറി കറിക്ക് വന്നാണ്. ചെറിയാപ്പ് പോണതിന് മുന്നേ പച്ചക്കറിയാണ്. അങ്ങനെ ഇപ്പൊ ഏകദേശം ടൈം മൈലസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് ചെറിയാപ്പ് ഇപ്പൊ പള്ളിയിൽ നിന്ന് വരിക കേട്ടോ. പോവാണ്. ഉണ്ടാവുമ്പോ രസാണ്, പോകുമ്പോ അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും തിരുപ്പൂർക്കല്ല എന്തിനാ അത്ര അടങ്ങാറ്. എന്തായാലും ഉണ്ടാവും. മാറിക്കുമ്പോ എന്തായാലും ചെറുങ്ങനല്ലേ ഉണ്ടാവൂല. അവിടെ ഉണ്ടാവൂല. അപ്പൊ പറഞ്ഞിട്ട് കാര്യം എന്തായാലും അവങ്ങുമ്പോ തുടങ്ങാതെ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നോർമലാവും. ഒച്ചിമ്പുളിയൊന്നുമില്ലല്ലോ, ആകെ മീൻപുളല്ലേ ഉള്ളൂ. ആ ഒച്ചിമ്പുളിയേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ രസമാണ്. നമ്മളുണ്ടാകുമ്പോൾ വെറുതെ എന്തെങ്കിലും എടുക്കുക പറഞ്ഞിട്ട് ചെറിയ ഒച്ചിമ്പുളിയൊക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഞാൻ പോയ അബ്ബക്കും ഇടങ്ങാറാണ്, ഉമ്മാക്കും ഇടങ്ങാറാണ്. ചടപ്പകാരം റൂമൊക്കെ ചെല്ലുമ്പോഴേ ഇതിങ്ങനെ 24 മണിക്കൂർ ഉച്ചക്ക് ഉറങ്ങുക, രാത്രി ഉറങ്ങുക, അവിടെ ഉണ്ടാവും. തല്ലും കൂടി നല്ലോണം തല്ലൂടിട്ട് ഞാനല്ല. തല്ലൂടിലൊക്കെ രസമല്ലേ, വെറുതെ കുത്തുക കുത്തൊക്കെ കിട്ടിയാണ്ടല്ലോ. തിരിച്ചും കുത്തലില്ലേ? കുത്തുവല്ലോ. ആരങ്ങോട്ട് ഫസ്റ്റ് തല്ലൂട്ടാൻ വരിക? തള്ളൽ ഞാൻ നുള്ളലുള്ളൂ. നുള്ളിയാൽ അവിടെ കല്ലക്കും. അതൊക്കെ നിന്ന് ചാടും 5 മിനിറ്റ് ആ നുള്ളൻ്റെ ഒക്കെ ആയിട്ട്. അപ്പൊ ഇനി പേക്കിങ്ങും കാര്യമൊക്കെ ചെയ്യാണ്ട് ഒന്നും എടുത്തിട്ടില്ല. ആ ബേഗ് അന്ന് അൽമാരി തിരികെ വെച്ചാണ് ഇന്ന് വേണം എന്നിട്ട് ഇപ്പൊ എടുക്കാന്. ചിലപ്പോ താത്ത പ്രസവിച്ചിട്ട കാര്യം വരിക പറയാൻ പറ്റൂല. നിങ്ങൾ വരുമ്പോ ഒരാളും പാടെ കൂടെ ചിലപ്പോ ആ ടൈമില് വെയിറ്റ് ആകാൻ പറ്റുകയാണെങ്കിൽ ശരിയാക്കുണ്ടെങ്കിൽ സുഖമാണ്. കാരണം വണ്ടിക്കും കാര്യക്കൊക്കെ എത്തണമെങ്കിൽ കാര്യമായിരുന്നു. അറിയില്ലെന്നൊക്കെ വരിക. വണ്ടി ശരിക്കും പറഞ്ഞവര് ബുദ്ധിമുട്ടാണ്. വണ്ടി ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഞാൻ കുറെ ഇടങ്ങാറായി കാറിലായിട്ട്. ഇവിടെ പ്രസവത്തിന്റെ സമയത്ത് ഒരുപാട് ഇടങ്ങാറായി. ഹോസ്പിറ്റലിന്റെ ടൈമില് വാങ്ങാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒത്തു കിട്ടിയില്ല. ഇൻഷാല്ലാ കിട്ടും. എത്രയും ഒത്തില്ലേ, അതേമാതിരി ആവും, റെഡിയാവും. എന്താ ഇന്ന പള്ളിയിലെ എല്ലാ ടൈമില് ഇവിടെ തന്നെ ഒരു കാക്കാൻ്റെ അടുത്ത് വണ്ടിയുണ്ട്. സ്കൂട്ടി നമ്മൾ ഓല കയ്യിൽ കൊടുക്കും, വണ്ടി അവിടെ വെക്കും, കാർ എടുത്ത് വരും. എന്നിട്ട് ഹോസ്പിറ്റലിൽ നേരെ അവിടെ ഇറങ്ങി കാർ അവിടെ വെക്കുന്നിട്ട് നമ്മൾ സ്കൂട്ടി എടുത്ത് പോകും. പിന്നെ ഞാൻ ലാസ്റ്റ് ഒക്കെ ഇപ്പൊ ഒരു 7 മാസം 6 ആയപ്പോൾ മാടഞ്ഞ് സ്കൂട്ടിമ്മ പോകും, കുഴപ്പമൊന്നുമില്ല. അതാണ് താത്ത നിങ്ങൾ സ്കൂട്ടിമ്മ കയറുമ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഗർഭിണിനായിട്ട് സ്കൂട്ടിമ്മയാണോ പോക്കുന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതൊന്നൊരു പുത്തിരിയല്ല. ഞാൻ 9ാം മാസത്തിൽ വരെ ഹോസ്പിറ്റലിലേക്ക് പോളും കണ്ടില്ലേ.
നമുക്ക് വേറെ കജ്ജില്ല, കാറ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചിന്തിച്ചാലല്ലോ, കജ്ജിലില്ലല്ലോ. അപ്പോൾ ഓളെ ഡേറ്റ് ആകുമ്പോഴും ഓളിഞ്ഞ് അലയാക്കാൻ്റെ അടുത്ത് പോയിക്കണു. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര കട്ടറും കാര്യം, നല്ലൊരു 2-4 മിനിറ്റോളല്ലേ കട്ടർ ചാടി 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 മോശമാണ്. ഇപ്പോൾ ഒക്കെ ഏകദേശം അവിടെ ഇവിടെയൊക്കെ വയറൊക്കെ വേദനയും കാര്യമൊക്കെ വരൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഓള് കട്ട ചാട്, ഓളപ്പോൾ ആദ്യമേ പറയും നിങ്ങളിന്നെ ഇവിടുന്ന് വേദന ഇളകി കൊണ്ടുപോകണമെങ്കിൽ ആ പുതിയങ്ങാടില്ലേ, ഒരാൾ വണ്ടിയിൽ അതിൽ പോയിക്കൊണ്ട് ഇന്നെ അടുത്ത താഴത്ത് കൂടെ വെച്ചാൽ മതി, ഓക്ക് പേടിയാണ് അതിൽ കട്ട ചാടി പോണത്, പോകരുത്. പ്രസവിച്ച് ഇങ്ങനെ കുറെ കട്ടുണ്ട്. പിന്നെ അവർക്ക് ഇറങ്ങിയിട്ട് അവിടെയും കുറെ കട്ടുണ്ട്. പള്ളിയിലുള്ളവർക്കൊക്കെ ടാസ്ക്കാണ്, സുഖമില്ലാത്തവർക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്, ഹനുവിൻ്റെ അടുത്ത് വണ്ടി ഉണ്ട്, മോണ്ടൻ്റെ അടുത്ത് വണ്ടി ഉണ്ട്, എൻ്റെ അടുത്ത് വണ്ടി ഉണ്ട്, ചെറിയാപ്പ് ഉണ്ടാവില്ല, അലയാക്കാൻ്റെ അടുത്ത് വണ്ടി ഉണ്ട്. പക്ഷെ കാറ് ഓട്ടാൻ ആർക്കും അറിയില്ല, ചെറിയാപ്പൂന് തന്നെ അറിയുള്ളൂ. അലയാക്കാക്ക് അങ്ങനെ ആദ്യം കൂട്ടീന്, ഇപ്പം മറന്നുകൾ തോന്നുന്നുണ്ട്. അപ്പോൾ കാറില്ല. ചെറിയാപ്പുണ്ടെങ്കിൽ ഒരു ഉമ്മ ഇങ്ങനെ പറയും, ചെറിയാപ്പുണ്ടെങ്കിൽ ധൈര്യം, സിഗ്നാക്കും ഇപ്പം നിങ്ങളും വേണം. കാരണം ആ നേരത്ത് പേടിയാണ്. ഓള് പറയുന്നുണ്ട് വണ്ടിക്കാരുടെ നമ്പർ ചുങ്കത്ര എന്നൊക്കെ പറഞ്ഞ എത്രങ്ങാനും ദൂരം ഇവിടെ എത്തുമ്പത്തിന് ടൈം വേണ്ടേ. അപ്പോൾ ആൾക്കാരെ നമ്പറൊക്കെ ചോദിച്ചു വെച്ചിരിക്കണ്. അവിടെ അടുത്തുള്ള ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞിരിക്കണേ രാത്രി സ്കൂൾ കാണുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഉഗ്ഗണോണ്ട് ഇങ്ങനെ ഇതും പറഞ്ഞിട്ടിരിക്കണം, സെഫ്നാൻ്റെ കാര്യം പറഞ്ഞിട്ടിരിക്കണം. കാരണം എപ്പോഴാ വേദന വരിക, എപ്പോഴാ പോണ്ടിയെന്നൊന്നും അറിയില്ലല്ലോ. ശരിക്കും ഡെലിവറിന്റെ സമയത്ത് സത്യത്തിൽ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇനിയിപ്പം വണ്ടിന്റെ പ്രശ്നമല്ല, ഇനിയിപ്പോ ഇപ്പാൻ്റെ അടുത്ത് നിൽക്കാനും ഒരാളെ കണ്ടെത്തണം. ഇപ്പാനെ റൂം എടുക്കേണ്ടി വരും. റൂമിന് ഇപ്പൊ ഞങ്ങൾ ഏറനാട് ചോദിച്ചപ്പോ 1800 റുപ്യാണ് പറഞ്ഞത് ഒരു ദിവസം റൂമിന്. എടുക്കേണ്ടി വരും, അല്ലാതെ വഴിയില്ല. കാരണം ഉപ്പാനെ പെരിയിലിട്ട് ഇച്ചൊറ്റക്ക് ഇപ്പൊ ഊണ് കഴിഞ്ഞാൽ ഇച്ചൊറ്റക്ക് പൊന്തിച്ചാൻ കഴിയൂല. ഞാൻ അവിടെ നിന്ന് കൊടുത്താലും നമുക്ക് ഒരാൾക്ക് ഒറ്റക്ക് അങ്ങനെ താങ്ങൂല. അപ്പൊ ഉപ്പാനായിട്ട് റൂമ് പോണെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിസ്സാര പണിയാണ് ലീക്കണം, ക്യാമറ കൊടുത്തോ. അപ്പൊ അങ്ങനെ ഉഷാറായിട്ട് നടക്കട്ടെ. ഒരു തട്ടലും മുട്ടലും എവിടെ ഇല്ലാക്കാൻ കുട്ടിനെ കൈ കെട്ടാന് അല്ലേ. വേറെ പോണം. അപ്പൊ കെട്ടിയും കടക്കൊക്കെ എടുത്തേക്കട്ടെ. ഇത് ക്രിസ്മസോ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടോ ആയിരിക്കും. അതിന് മുമ്പ് അറിയില്ല, പറയാൻ പറ്റൂല. ടൂറൊക്കെ പോകുന്നുണ്ട്. അതിന് ഗോവയ്ക്കൊന്ന് പോകും, ചെക്കന്മാരെ വരെ അവിടെ നിന്ന് പോകണ്ടല്ലേ. അപ്പൊ അതൊന്ന് പോകണം ഇൻഷാല്ലാ. ഇവിടുന്നായോണ്ട് ഇന്റെ കണ്ണു മുറുങ്ങാണ്ട്, അല്ല ഇവിടുന്നാണെങ്കിൽ ഇന്റെ കണ്ണു മുറുങ്ങാണ്ട്, അവിടുന്നായോണ്ട് ആ നോക്കണ്ടല്ലോ അല്ലേ. അങ്ങനെയൊന്നുമില്ല. ഏതായാലും ഇനിയിപ്പോ ഒന്ന് പോവുകയാണ്. 10ാമത്തെ അറിയുന്നു. നിങ്ങൾ പോയിട്ട് അല്ല ചെങ്ങായി പോയില്ലേ ചോദിച്ചു കമന്റ് പ്രകാരം. എന്തായാലും പോകും. രാജറാണിക്ക് പോണ ലാസ്റ്റ് എപ്പോ 9:00. എന്നായിക്കോട്ടെ, ഞങ്ങൾ പെട്ടി വേക്കാം. എന്താ എന്താ മറന്നോടാണ് ഇതൊക്കെ ചെറിയ പോന് കേക്കെടുത്ത പോണോ. ഇഞ്ഞില്ലേ ഒരാളവിടെ കരയിൽ തുടങ്ങിയിരിക്കുന്നു. തിരുപ്പൂർക്ക് കൊച്ചിന്റെ ഫോണൊക്കെ നന്നാക്കി കൊടുക്കാനല്ലേ അല്ലേ. നന്നാക്കുവോ? പിന്നെ നന്നാക്കും. നിങ്ങൾ മറക്കുക. അപ്പൊ നിങ്ങൾ ഇഷ്ടം അധികം മറക്കിക്കോളാം. അതിലും വലുത് ലെവലില്ലാതെ മറക്കുകയാണ്, അല്ലെങ്കിൽ മറക്കില്ല. ഗോവി ആ 1000 ഒരു ഭാഗ്യം നോക്കി ഗോവിയിലെത്തി. നമ്മളെ കേക്കിങ്ങും കാര്യമൊക്കെ ഏകദേശം ഇതായി. അത് വേണ്ട എന്താ അതോ ഇപ്പശി പോവാണോ? പൊന്നിനെ കൊണ്ടുപോകുന്നില്ലേ? പൊന്നിനെ കൊണ്ടുപോകുന്നില്ലേ? ഇല്ലേ? കൊണ്ടുപോവോ? ഇജ്ജ് അവിടെ പോയിട്ട് എന്താ ചെയ്യാ? അവിടെ പോയിട്ട് എന്താ എനിക്ക് അവിടെ പണി? അതാവൂല. ഇമ്മച്ചിക്ക് സങ്കടാവൂലേ? അപ്പൊ അതില്ലെങ്കില് ഇമ്മച്ചിക്ക് സങ്കടാവൂലേ? ഇജ്ജ് പോയാല് ഇമ്മച്ചി കരയും, എല്ലാരും കരയും. ചാടി കളിച്ചോ. ഇജ്ജ് പോവാ? എന്നിട്ട് എന്നാ വരിക?
കൊറേ ദിവസം കഴിഞ്ഞിട്ട് വരും. ആ വേഗ് ചാടും ഇജ്ജ് പോണ്ടാ പ്ലീസ്. അനക്ക് ഉമ്മച്ചിനെ ഇഷ്ടല്ല അതല്ലേ പോണു. വരുവോ? എന്നാ പോയിക്കോ. നമ്മളെ കുളിയും കാര്യൊക്കെ കഴിഞ്ഞ് പൗഡർ ഇടുന്ന കുട്ടിന്റെ ലോഷൻ തേക്കാണ്. സങ്കടമൊന്നുമില്ല, തേച്ചണ്ട് തീർക്കണം. കണ്ടോ പൗഡറൊക്കെ ഇട്ടിട്ട്. ഇത്രയും കാലം ഇട്ടിട്ടില്ല. അല്ല ഇജ്ജ് പോണ്ട്. ഫോണ് കൊണ്ടേക്കോളി, ഫോണൊക്കെ പെട്ടെന്ന് നന്നാക്കി തന്നോളൂ. ടച്ചപ്പും കഴിഞ്ഞു. ചാർജർ എടുത്തിട്ടില്ല കേട്ടോ. ഓ ഇവിടെ തേമ്പല്ലോ. ഇജ്ജ് എങ്ങടെ പോണിഞ്ഞി? അപ്പൊ ഇഞ്ഞ് നമ്മളെ ചങ്ങായി പോവാണ്. അപ്പൊ ഞാൻ വീഡിയോ വൈൻ്റെ പകല്ലേ അതിനല്ലേ ചെരുപ്പാണ്. സാല ചെറിയ അപ്പൊ നിങ്ങളെ നോക്കുള്ളൂ, വേഗൊന്നും ആരും നോക്കൂല. ഇത് ഇങ്ങോട്ട് കൊണ്ടത് ഇപ്പൊ ലോശന്ന് കജ്ജോല നോക്കി. ഗുളിക ഇതിലാട്ടോ ആ സൈഡറിയില്. എന്താ വീഡിയോ അതിന്റെ പാക്കി. ആ ആയോ പറ്റില്ല. ചെറിയാപ്പൂന്റെ രഹസ്യം എന്താ വെച്ചാല് ബേബി ഹിമാലയ പൗഡർ. കഴിഞ്ഞില്ലറിയാപ്പ ഒറ്റക്ക് അറിയണ്ടേ. നിങ്ങളില്ലല്ലോ, ഞാൻ ആരെ കളിയാക്കാം. ഓ പൗഡർ ഇട്ടേക്കണം കേട്ടോ. പോയിട്ട് എന്നെ വിളിച്ചോ. കാത്തുക്കൂലേ ഇവിടെ? കാത്തുക്കൂലേ? പാത്ത് നിൽക്കുമെന്നോ? പണിയെടുത്തിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.